മുഅ്മിനീങ്ങൾ 3 വിഷയമാണ് മുഅ്മിനീങ്ങൾക്കുള്ളത്. 3 വിഷയമാണ് മുഅ്മിനീങ്ങൾക്കുള്ളത്. ആ 3 വിഷയവും അദ്ദേഹത്തിനുണ്ട്. ദൈവബന്ധു മാത്രമല്ല, ദൈവബന്ധു ഉലമാ മുഴുവനും അതിന്റെ അലിയാനായിരുന്നു. അവരെ ഒന്നാമത്തെ അവരുടെ മദ്ഹബായിരുന്നു. ദൈവബന്ധിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇന്നും അറിയാൻ അവരുടെ മദ്ഹബിലുള്ള പിടുത്തം എത്ര വലുതായിരുന്നു എന്ന്. അവർ പരസ്യമായിട്ട് പറഞ്ഞു, മദ്ഹബ് അതെടുക്കാത്തവൻ ഫാസിക്കായി പോവും. അല്ലാമ കൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ മദ്ഹബിനെ സംബന്ധിച്ചൊരു കാര്യം എഴുതിയപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലാ മദ്ഹബിയ്യത്തു കന്ത്രത്തു ലാ ദീനിയ്യ എന്ന് പറയണ്ടായി. ലാ മദ്ഹബിയ്യ, മദ്ഹബില്ലായ്ക എന്നുള്ളത് ലാദീനിലേക്കുള്ള ഒരു പാലമാണ് എന്ന് പറയും, കുഫിയത്തിലേക്കുള്ള പാലമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ട്. കുഫിയത്തിലേക്കുള്ള ഒരു പാലമാണ്. ഇതിന്റെ ആശയം ദൈവബന്ധു ഉലമാക്കളുടെ എല്ലാ കിതാബുകളിലും കാണാൻ സാധിക്കും. അവർ ചെറുതും പറഞ്ഞ മഹാനായ ഹുസൈൻ അഹമ്മദ് മദനി നവ്വറല്ലാഹു മർകദഹു അദ്ദേഹത്തിന്റെ നഖ്ശെ ഹയാത്തിൽ എഴുതുന്നുണ്ട്, ഞങ്ങൾ ഹനഫി മദ്ഹബുകാരാണ്. ശരിക്കും കടുത്ത പിടുത്തം ഞങ്ങൾക്കുണ്ട്. എല്ലാ കുല്ലിയാത്തും ജുസിയാത്തും എന്നാൽ ചെറുതും വലുതുമായിരിക്കും എല്ലാ വിഷയത്തെയും ഞങ്ങൾ സിറാജുൽ ഉമ്മത്ത് ഇമാമുൽ അഅ്ലം അബി ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി തആല ഇതേ വാക്ക് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. സിറാജുൽ ഉമ്മത്ത്, സിറാജുൽ ഉമ്മത്ത്, ഈ ഉമ്മത്തിന്റെ വിളക്ക് ദീപമായ ഇമാമുൽ അഅ്ലം അബി ഹനീഫ റഹ്മത്തുള്ളാഹി തആലയുടെ മദ്ഹബുകാരാണ് ഞങ്ങൾ. ഞങ്ങൾ വിശ്വാസത്തിൽ അശ്ശരി മാത്രീതി, ഇതാണ് രണ്ടാമത്തെ കാര്യം. അശ്ശരി മാത്രീതി മദ്ഹബുകാരാണ് ഞങ്ങൾ. തരീഖത്തിൽ ഞങ്ങൾ സ്വാബിരി ചിസ്തി ഉള്ള 4 തരീഖത്തിന്റെ അഹ്ലുകാരാണ് ഞങ്ങൾ. ഈ 4 കാര്യം ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിന്റെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് മൗലാന മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി.